ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തേങ്ങ ചുട്ടരച്ച ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയും മുളകും തേങ്ങയും എല്ലാം എടുത്തിട്ടുണ്ട്. തേങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണങ്ങിയ തേങ്ങയാണ് കേട്ടോ, കൊപ്ര അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ട് നമ്മളിതാ വിറകിൻ്റെ അടുപ്പിലാണ് ചുടാൻ പോകുന്നത്. അപ്പോൾ അത് നല്ല കനലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ കനൽ നന്നായിട്ടുള്ളതുകൊണ്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ ഇട്ടിട്ട് അത് ഇപ്പോൾ ഏതാണ്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ലൊരു സാരമില്ല. പിന്നെ നമ്മുടെ അടുത്തായിട്ട് ഞാൻ ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനും നമ്മൾ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നോക്കിയിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് പയ്യൊന്നും ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് തന്നിട്ടുണ്ടോ. എന്നിട്ട് അതിലേക്ക് വറ്റൽമുളക് ഒരു 4-5 വറ്റൽമുളകും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുളക് വേഗം ആയിക്കോളും. മുളക് ഉള്ളിയുടെ ഒന്നും അത്രയും ടൈം എടുക്കില്ല, വേഗം തന്നെ ആവും. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തേ അത് രണ്ടും നന്നായി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തേ അതിനെ ഞാൻ പയ്യെ പുറത്തേക്ക് എടുക്കുകയാണ്. നമ്മുടെ മുളകിനൊക്കെ പയ്യെ പുറത്തേക്ക് എടുത്തു, നമ്മുടെ ഉള്ളിനെയും കൂടിയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഇവിടെ നമ്മുടെ നാളികേരവും നമ്മുടെ തേങ്ങ കൊപ്രയും ഉള്ളിയും മുളകും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മളിതിൻ്റെയൊക്കെ തൊലി കളഞ്ഞെടുക്കുകയാണ്. ഉള്ളിയുടെയും ഒക്കെ തൊലി കളഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ നല്ല കരി ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിൽ ചുട്ടെടുത്താൽ നല്ലോണം കരി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഒരു 2-3 വട്ടം വാഷ് ചെയ്യുക കേട്ടോ. 2-3 വട്ടം വാഷ് ചെയ്തെടുക്കുക, അപ്പോഴാണ് നല്ല വൃത്തിയായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ നമ്മുടെ മിക്സിയുടെ ആ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ തേങ്ങേനൊക്കെ ഞാൻ നന്നായി കരിഞ്ഞ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് അത്ര നല്ലതല്ല. അപ്പോൾ നന്നായി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അടുത്തൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട്, പിന്നെ വാളംപുളി ഒരു ചെറിയ കഷ്ണം, ഇതുപോലത്തെ കഷ്ണം വാളംപുളിയും കുറച്ച് ഉപ്പും കൂടിയിട്ടിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജാറ് ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മുടെ മിക്സിയിൽ വെച്ചിട്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇങ്ങനെ കിട്ടും. വെള്ളമൊന്നും ഒഴിക്കേണ്ട നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് ആയിട്ടിട്ട് ഞാൻ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചുട്ടരച്ച ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര വേണമെങ്കിലും ചോറുണ്ണാം കേട്ടോ. ഈ ഒരു ചമ്മന്തി മാത്രം മതി, വേറെ ഒരു കറിയും വേണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.